എന്ത് തോന്നുന്നു സാത്താൻ സേവയും കാര്യങ്ങളുമൊക്കെ? സാത്താൻ സേവ എന്നൊക്കെ പറയുന്നത് അത് 90% ഇന്ന് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. ആ ഒരു സാത്താൻ സേവയിലൂടെ ആ സാധ്യത്തിന് വേണ്ടി ഒരു സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കൊന്നു അല്ലെങ്കിൽ കൊല്ലാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പക്ക ക്രിമിനലാണ്. അത്തരം ക്രിമിനലുകളെ ഈ സമൂഹത്തിൽ വിചാരണ കൂടാതെ നിഷ്കാസനം ചെയ്യണമെന്നാണ് എന്നെപ്പോലുള്ളവരുടെ അഭിപ്രായം. രോഗശാന്തിക്ക് ആയിരക്കണക്കിന് ആളുകൾ ഒരു ഗ്രൗണ്ടിൽ കൂട്ടിയിരുത്തി ബഹളമുണ്ടാക്കി ആത്മസംതൃപ്തി നേടുന്നവരുണ്ട്, ആത്മനിർവൃതി നേടുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ജലത്തിൻ്റെ മുകളിൽ കൂടി നടന്നു പോയിട്ടുണ്ടെന്ന് പറയുന്നു. അത് മറ്റൊരു രീതിയിലുള്ള ഒരു ശാസ്ത്രമാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന 4 പേരെ കൊന്ന ഒരുത്തന് എന്താണ് പോലീസ് ചോദിക്കുന്നത്? അല്ല മരിച്ചോന്നാണോ, അല്ലെ ആര് കൊന്നെന്നാണോ, അല്ലെങ്കിൽ ഈ കേടലിന് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടെന്നാണോ? അദ്ദേഹത്തിന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പക്ക ക്രിമിനലാണ് കാണുമ്പോഴേ അറിയാം. കാരണം ഒരു വീട്ടിനുള്ളിൽ പല ദിവസങ്ങളിൽ 4 പേരെ കൊന്നു എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ തിരുവനന്തപുരമാണോ, നന്ദൻകോടാണോ, കേരളമാണോ, ഇത് ഏത് ലോകമാണെന്ന് തോന്നും. എനിക്കറിയാവുന്ന ഒരു വലിയൊരു ഓഫീസറാണ്, ഒരു IPS ഓഫീസറാണ്. അദ്ദേഹം ഈ കുറച്ച് എള്ളുമായിട്ട് ഓഫീസിൽ വരും. എന്നിട്ട് ഏതോ ഒരു മന്ത്രമൊക്കെ ചെയ്യുമ്പോൾ, ദുഷ്ടാരൂപിയോടെ മന്ത്രമൊക്കെ ചെയ്യുമ്പോൾ ചെയ്തിട്ട് ഒരു എള്ളു മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞ് എന്നിട്ട് അങ്ങനെ ആ ശത്രുവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ അദ്ദേഹം ഒരു സൂചിക്ക് ഒരു കുത്തുകുത്തും. അപ്പോൾ ഇതുപോലെയുള്ള ദുഷ്ടാരൂപികൾ ഇങ്ങനെ ചെയ്താൽ പ്രവർത്തിക്കുമെന്നുള്ളത് ആദിവാസികളുടെ ഇടയിൽ അല്ല, അഭ്യസ്ത വിദ്യരുടെ ഇടയിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞോളൂ. വൂഡു എന്ന് പറയുന്ന ഒരു കൾച്ചറുണ്ട്. വൂഡു എന്ന് പറയുന്ന സംസ്കാരത്തിൽ അവർ യഥാർത്ഥത്തിൽ അയാളുടെ ശത്രു ആരാണോ അയാളുടെ ഒരു ചെറിയ റെപ്ലിക്ക ഉണ്ടാക്കും. ഈ റെപ്ലിക്ക ഉണ്ടാക്കിയതിന് ശേഷം ചില ദുരാചാരങ്ങളിലോടുകൂടി ഇത്തരത്തിലുള്ള ആണികളും മറ്റുമൊക്കെ കുത്തിവയ്ക്കും. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് അയാളുടെ ആത്മാവിനെ ശരീരത്തിന് അവർ ദ്രോഹിക്കുന്നു എന്നുള്ളത്. ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ ഉൾപ്പെടെ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ 20% മാനസിക രോഗികളുണ്ട്. 5-ൽ ഒരാൾക്ക് മാനസിക രോഗമുണ്ട്. ഇത്തരം മാനസിക രോഗികൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെന്ന് നമുക്കറിയാം. ഒരാളൂടെ വന്നാൽ 5-ൽ ഒരാൾക്ക് മാനസിക രോഗമുണ്ട്. ഇത്തരം മാനസിക രോഗമുള്ളവർ അവർ സാറ് പറഞ്ഞ ജോലിയുള്ളവരാവാം, ജോലി ഞാൻ പറയുന്നില്ല, അഭ്യസ്തവിദ്യരാകാം, തൊഴിൽ രഹിതരാവാം, കുട്ടികളാവാം, മുതിർന്നവരാവാം. ഇത്തരത്തിലുള്ളവരെ എന്ന് ഞാൻ പറയുന്നില്ല. മാർഷൽ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചോളൂ. എല്ലാ ജനസമൂഹങ്ങളിലും ഉണ്ട്. അങ്ങനെയാണ് ഞാൻ തിരിച്ചു പറയാൻ ഡോക്ടർമാരുടെ ഇടയിൽ ഉണ്ടാവും. അവരെ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കാതിരിക്കുക എന്നതിൻ്റെ ദുരന്തഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു കുട്ടിയിലുണ്ടാകുന്ന മാനസികപരമായിട്ടും അയാളുടെ പ്രവർത്തനങ്ങളിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അഭ്യസ്തവിദ്യരായിട്ടുള്ള ഇത്രയും ഉന്നത പദവികളിൽ ഇരുന്ന മാതാപിതാക്കൾ അയാൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ നൽകുന്നതിനോ അവർ മുതിർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നടക്കുന്ന ചാത്തൻ സേവ എന്ന് പറയുന്ന ഈ പരിഷ്കൃത സമൂഹത്തിൽ കച്ചവടമാണ് നടക്കുന്നത്. കയ്യിൽ ജപിച്ച് ചരട് കെട്ടുക, ഇങ്ങനെയുള്ള ഓരോ ബിസിനസ്സാണ് നടത്തുന്നത്. ഈ കച്ചവടം മുതലാക്കാൻ വേണ്ടി മനുഷ്യനെ ഉന്മാദാവസ്ഥയിലെത്തിക്കുക. പലപ്പോഴും ഇപ്പോൾ ആ ആരാധനാലയങ്ങളിൽ തന്നെ ഇത് നടക്കുന്നുണ്ട്. അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ഇല്ല. ഈ സാത്താൻ സേവയല്ല ഈ പ്രധാന വിഷയം. ഇവൻ ക്രിമിനലാണ്. ഇത്രയും കാലം അവൻ ആസൂത്രിതമായി അച്ഛനെയും അമ്മയും കൊന്നിട്ട് അവൻ്റെ ധനം, ആ കുടുംബത്തിൻ്റെ ധനമെല്ലാം മൊത്തം അവൻ കൈക്കലാക്കണം എന്നുള്ള ആസൂത്രിതമായ ഒരു നീക്കത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. പലർക്കും പറയാൻ പറ്റും, സ്വന്തം ബോധത്തിൽ അനുഭവത്തിൽ നിന്ന് മാത്രമേ ഇത് വിശദീകരിക്കാൻ പറ്റുള്ളൂ. നിരീക്ഷണ പരീക്ഷണ നിഗമനങ്ങൾക്ക് ഇതിന് സ്വാധീനമില്ല. മറിച്ച് സ്വയം ഉണ്ടാകുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് പോവുകയാണ്. ശാസ്ത്രമുണ്ട്, അശാസ്ത്രതയുണ്ട് എന്നെല്ലാം പറയും. ഇതെങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുന്നത്? നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ ഈ ഒരു വർഷത്തിൽ ഒരു 15-16 പ്രാവശ്യം പുത്തരിക്കണ്ടം മൈതാനത്ത് രോഗശാന്തി എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഈ രോഗശാന്തിക്ക് പോകുന്ന ആരാണ്? എല്ലാം വെൽ ഡ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാരാണ് പോയി അവിടെ നിൽക്കുന്നത്. ഈ ഒരു സത്യം ആരും മനസ്സിലാക്കുന്നില്ല. ഇതൊരു ഓർഗനൈസ്ഡ് തട്ടിപ്പാണ്, ഇതൊരു മാഫിയ നടത്തുന്ന സാധനമാണ്, ഇതിനകത്ത് സയൻറ്റിഫിക് തിങ്കിങ് ഒന്നുമില്ല, നമ്മളീ കാണുന്നതിനൊന്നുമില്ല. പക്ഷേ ഇത് പറഞ്ഞാൽ ഉടനെ പറയുന്നത് എന്തുവാണ്? ഇത് വിശ്വാസത്തിൻ്റെ മേൽ നിങ്ങൾ കയറി പിടിക്കുക എന്ന് പറയും. ഈ ആത്മാവിനോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഉടനെ VR കൃഷ്ണയ്യരുടെ പേര് പറയും. നിങ്ങൾ അയാളെക്കാട്ടി വലിയ കൂടി പഠിച്ച ആളാണ്. ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, നിനക്ക് ഏതായാലും അയാളുടെ അത്രയും വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലല്ലോ, അയാളുടെ അത്രയും വലിയ ലോകപരിചയം ഒന്നുമില്ലല്ലോ. ഇതാ പറയുന്നത്. സ്വാമി അശ്വതിരുന്നാൾ, പണ്ട് നമുക്കൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ആ ചിന്തയിലൂടെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹഠയോഗികൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് പല കഴിവുകൾ വന്നിട്ടുണ്ട്. അവരത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ശാസ്ത്രീയത ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതെല്ലാം മനുഷ്യൻ്റെ ഗുണത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും? കേരളത്തിന് ഇപ്പോൾ ഒരു മാനസിക രോഗ ചികിത്സ വളരെ അത്യാവശ്യമാണ്. കാരണം പല കാര്യങ്ങൾ കൊണ്ടും ഇന്ന് അച്ഛനമ്മമാരുടെ കമ്മ്യൂണിക്കേഷൻ്റെ കുറവ്, കുട്ടികൾ പല വൃത്തികേടുകൾക്കും എക്സ്പോസ്ഡാണ്. വളരെ ബുദ്ധിയുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന കുട്ടികൾ പോലും വളരെ മോശമായ ഒരു ചിന്താ രീതിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു പയ്യനെ പിടിച്ചു,
അയാൾ ആദ്യം പറയുന്നു അയാൾ സാത്താൻ വർഷിപ്പാണെന്ന്. അതൊക്കെ ഒരു പക്ഷേ വെറും കള്ളമായിരിക്കാനാണ് സാധ്യത. പക്ഷേ തീർച്ചയായിട്ടും അയാളുടെ അമ്മയോ അച്ഛനെയോ കൊന്നതിൽ ഒരു റിഗ്രറ്റുമില്ല എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഏതാണ്ട് 130 അമ്മമാരെ കൊണ്ട് മക്കൾ ഡെപ്പോസിറ്റ് ഇട്ട് പോയിട്ടുണ്ട്. അവരങ്ങനെ അലഞ്ഞു തിരിയുന്നുണ്ട് ഗുരുവായൂരിൽ. അപ്പോൾ ഇതുപോലെ അച്ഛനും അമ്മയും വിലയില്ല, അതുപോലെ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഇതൊന്നും നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള മാധ്യമങ്ങളോടൊക്കെ നമ്മൾ കാര്യം അറിയുമ്പോൾ നമ്മളിത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു മാനസിക രോഗത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഒരു സമൂഹത്തിനുണ്ടെന്ന് ഞാൻ പറയുന്നു, ഒരു വ്യക്തിക്കുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. അത്തരമൊരു മാസായ ഒരു ചികിത്സയിലേക്ക് സമൂഹം എത്തപ്പെടേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ? മാനസിക രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവണം. കുടുംബങ്ങളിൽ കുട്ടികളുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തണം. കുറഞ്ഞ പക്ഷം ദിവസം അരമണിക്കൂറെങ്കിലും കുട്ടികളുമായി സംസാരിക്കണം. അവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാൻ ശ്രമിക്കണം. മാതാപിതാക്കൾ ഈ സമയത്ത് ടി വിയോ സ്മാർട്ട് ഫോണുകളോ വെച്ചുകൊണ്ടല്ല അവരോട് സംവദിക്കേണ്ടത്. അതിൻ്റെ അടുത്ത ഘട്ടമായി വിവിധ മാനസിക രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് സമൂഹത്തിൽ അറിയണം. മാനസിക രോഗങ്ങളോടുള്ള അവജ്ഞ വരണം. ഈ അടുത്ത ലോകാരോഗ്യ ദിനത്തിൽ തന്നെ ഡിപ്രഷൻ, ലെറ്റ് ടോക്ക്, വിഷാദ രോഗങ്ങൾ നമുക്ക് സംസാരിക്കാം എന്നുള്ളതായിരുന്നു തീം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് 30 കോടി ആൾക്കാർക്ക് ലോകത്താകമാനം വിഷാദ രോഗമുണ്ടെന്നാണ്. ഉന്നതരായ ഈ ഡോക്ടറും അധ്യാപകരുമായ അവരെ വീട്ടിലെ മക്കളെല്ലാം ഞങ്ങളെക്കാൾ ഉയർന്ന് വരണമെന്നുള്ള ആഗ്രഹം പല വീടുകളിലും ഉള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ മക്കൾ ആ രീതിക്കുള്ള പീഡനമാണ്. നീ ഇതായേ പറ്റൂ എന്നുള്ള അടിച്ചമർത്തൽ, അവൻ്റെ ആ പക ഇതെല്ലാം അവനെ കൊണ്ട് കഴിയുന്നുമില്ല. ഇതെല്ലാം അവൻ്റെ മനസ്സിനകത്ത് ഒടുവിൽ അവന് അച്ഛനമ്മമാരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് തോന്നി ചെയ്തതാണ്. അവൻ്റെ ആ വെളിയിൽ പത്രങ്ങളിൽ അവൻ്റെ മുഖം കാണുമ്പോൾ അറിയാം. കാഡൽ ജെൻസൺ അദ്ദേഹം ഈ സാത്താൻ സേവയുടെ ഫലമായിട്ടാണ് ഈ കൊല നടത്തിയതെന്ന് കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമമുണ്ട്. ആ ശ്രമം ശരിക്കും തെറ്റാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമല്ല. ഇവൻ്റെ മാതാപിതാക്കളോട് വളരെ ചെറിയ ഏജ് തൊട്ടേ ഒരു വിദ്വേഷമുണ്ട്. അപ്പോൾ അന്ന് തൊട്ടേ ഇവൻ ഈ വിദ്വേഷത്തിൻ്റെ ഇതിനെ ഒരു പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു പ്രതികാര വാഞ്ച അവൻ്റെ മനസ്സിൽ അന്ന് തൊട്ടേ ഡെവലപ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു സാക്ഷാത്കരണം ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിന് ശരിക്കും പറഞ്ഞാൽ അവന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പ്ലാൻ ചെയ്ത ഹോംവർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കൃത്യമായിട്ട് ഈ 4 കൊല കൃത്യമായിട്ട് നടത്തണമെങ്കിൽ, മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നടത്തണമെങ്കിൽ അവൻ നന്നായിട്ട് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. കുടുംബം, വ്യക്തിജീവിതം, സാമൂഹ്യ ജീവിതം എന്നിവയൊക്കെക്കുറിച്ച് തന്നെ വളരെ സമഗ്രമായിട്ടുള്ള രീതിയിൽ പ്രാഥമിക തലം തൊട്ട് തന്നെ ഒരു കുട്ടിയുടെ മനസ്സിൽ സമൂഹവുമായിട്ടും അച്ഛനമ്മമാരുമായിട്ടും മുതിർന്ന ആളുകളുമായിട്ടുമൊക്കെയുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ വിദ്യാഭ്യാസത്തിൽ അത് പ്രതിഫലിക്കണം. അതിനനുസരിച്ചുള്ള പഠനവും അവർക്ക് കിട്ടുന്ന തരത്തിലായിരിക്കണം. എങ്കിൽ ഇത്തരം കുറവുകൾ നമുക്ക് മാറ്റാൻ കഴിയും. നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. എല്ലാ മതങ്ങളും നമ്മുടെ രാജ്യത്ത് എല്ലാ മതവും വേണം. പക്ഷേ ആ മതത്തിൻ്റെ പേരിൽ ആരെയും ചൂഷണം ചെയ്യരുത്. സാത്താൻ സേവയും അതോടൊപ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കേരളത്തിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളും അതിൻ്റെ പരിണിത ഫലങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം.